അല്ല ആ ഒരു സമയത്ത് നിങ്ങൾ സ്ട്രഗ്ലിംഗ് ജേണിയിൽ ഏറ്റവും കൂടുതൽ ചേച്ചിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫാമിലിയിലുള്ളതിനേക്കാളും കൂടുതൽ പുള്ളി എടുക്കുന്നായിരുന്നു സപ്പോർട്ട് ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും. എങ്ങനെയൊക്കെയായിരുന്നു പുള്ളിയുടെ ആ ഒരു ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മുന്നേ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടൊന്നുമില്ല. അപ്പോൾ ആ സമയത്ത് ആരെ വിളിക്കണം എന്ന്. അപ്പം ഞാൻ വിളിച്ച സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഏത് പാതിരാത്രിക്ക് വിളിക്കാം, ഞാൻ കാലിക്കറ്റ് വരണമെങ്കിൽ വരാം, 5 പൈസ നിങ്ങൾ ചിലവാക്കണ്ട, ടെൻഷൻ അടിക്കരുത്, ആത്മഹത്യ ചെയ്യുക അങ്ങനെ ഒന്നും ചിന്തിക്കരുത്, പിന്നെ ആൾ തിരിച്ചു വരും, നമ്മുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുന്നു. അങ്ങനെ ആ സമയത്ത് അങ്ങനെ പറയാനൊരാളുണ്ടാവുന്നത് അത്രയും വലിയ കാര്യമല്ലേ. പിന്നെ അത്രയും എന്നെ സപ്പോർട്ട് ചെയ്ത് ദിലീപേട്ടൻ ഒരിക്കലും ഞാൻ മറക്കൂല. കാരണം രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ഈ വൈദ്യരം മരുന്ന് കുടിക്കാന്ന് പറയുമ്പോൾ അതുപോലെ ദിലീപേട്ടൻ എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പേടിച്ചിട്ട്. അപ്പം എന്നോട് പറയുമായിരുന്നു, അവനവിടെ പിടിച്ച് നിൽക്കാൻ എന്തെങ്കിലും ദൈവം ഒരു ശക്തി കൊടുക്കുമായിരിക്കും, നീ ഒന്നും ചെയ്യരുത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു കുറേ ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ഇവരെയൊന്നും ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല എൻ്റെ ലൈഫിൽ. അതാണ്. അപ്പോൾ രാഹുലിനെ കുറ്റം പറയുന്ന ആണുങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളൂ, അയാളുടെ വീട്ടിൽ ആർക്കും വേണ്ടിയിട്ടല്ല. മനസ്സിലായില്ലേ? കാരണം മുന്നോട്ട് ഈ ജയിലിലൊക്കെ പോയി അയാൾ കിടന്ന സമയത്ത് ഒരുപാട് പരിഹസിച്ചിട്ടൊക്കെ അപ്പം നമ്മൾ കാണുക ഒരാളുടെ നിന്ന് 5 പൈസ വാങ്ങിയിട്ടല്ല. അയാളുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ടാണ് ഫാമിലീനെ ഒരു നേരം വീട്ടിലുണ്ടാവില്ല. ദീപ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അവരത്രയും സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടല്ല അയാൾക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റുന്നത്. ഇന്നിപ്പോൾ സാധാരണ ഇപ്പോൾ ഈ മരിച്ച ആൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ്, മാങ്കാവ് ഗോവിന്ദപുരം. അപ്പം അതും കൂടെ ഉണ്ടായ സമയത്താണ് ഈ സ്വീകരണം. കുറേ നാളായിട്ട് രാഹുൽ പറയുന്നുണ്ട് അത്രയും ഫൈറ്റ് ചെയ്തില്ല. അപ്പം ഞാനതിന് നിന്നിട്ടില്ല. എനിക്ക് തന്നെ എന്തോ പോലെ തോന്നിയിരുന്നു. അപ്പം എനിക്ക് തോന്നി ഇനി ഞാൻ സംസാരിക്കണം. എത്തി എവിടം വരെ എത്തി. ഒരാൾ റീച്ചിന് വേണ്ടി ഒരാളുടെ ജീവൻ പോയില്ലേ. അച്ഛനും അമ്മയ്ക്ക് ഒറ്റ മോനെ, ഒരു അച്ഛനും അമ്മയും ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പം അതുപോലെ നിയമങ്ങൾ കൂടുതലും പെൺകുട്ടികൾക്കാണ് കൂടുതൽ എന്നുള്ളൊരു മീൻസ് ആ ഒരു സപ്പോർട്ടിൽ പെൺകുട്ടികൾക്കാണ് കിട്ടുന്നതെന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ടല്ലോ. കാരണം എന്ത് സമത്വം പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പം ഞാൻ പറയട്ടെ, പെണ്ണുങ്ങൾ പറയുന്നത് എന്താ, ആണുങ്ങളുടെ കൂടെ സമത്വം വേണമെന്നാണല്ലോ പറയുന്നത്. ഒരു പെണ്ണ് കേസ് കൊടുത്താൽ അത് അപ്പം തന്നെ കേസ് എടുക്കും. എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പോയി ഇന്ന ആൾ പീഡിപ്പിച്ചു. പക്ഷെ ഒരാണ് കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ഇപ്പം ഞാൻ പറയട്ടെ, ആ ചേട്ടൻ മരിച്ചു പോയിട്ടില്ലായിരുന്നെങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ? ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുമോ? ഇപ്പം മരിച്ചതുകൊണ്ട് നീതി കിട്ടി, അയാൾക്കത് താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. അയാൾ വിചാരിച്ചിട്ടുണ്ടാവുക അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ പോലീസുകാർ കൊണ്ടു നടക്കും, അത് താങ്ങാനുള്ള. ഇപ്പം നമുക്ക് അതിനുള്ള ഒരു മനക്കെട്ടി എവിടുന്നോ കിട്ടി, പക്ഷെ എല്ലാവർക്കും അത് ഉണ്ടാവണമെന്നില്ലല്ലോ. ഞാൻ പറയട്ടെ, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ ഞാനൊരു കലാകാരനായിട്ട് ജനിച്ചതിൻ്റെ ഭാഗ്യം എനിക്ക് തോന്നുന്നതാണ്. എനിക്കങ്ങനെ ചിന്തിക്കാനുണ്ട്. ഞാൻ ഏതായാലും ജനിച്ചു, ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല ജനിച്ചത്, ഞാൻ നിർബന്ധിച്ചുമില്ല ഇവിടെ ജനിപ്പിക്കുന്നത്. അപ്പം മരിക്കുന്ന കാര്യവും നമ്മൾ മുൻകൂട്ടി കാണേണ്ട കാര്യമില്ല. അത് സമയമാകുമ്പം കൃത്യമായിട്ട് നടന്നു പോകും. ഈ ചിന്ത എല്ലാവർക്കും കിട്ടൂല. മനസ്സിലായില്ലേ? ഇപ്പം വീട്ടിൽ നിന്ന് സ്കൂളിൽ നിന്നൊരു വഴക്കുണ്ടാക്കി, പഴയ കാലത്തെ കഥയാണ് പറയുന്നത്. ഞാനും കൂട്ടുകാരനും കൂടെ അടി ഉണ്ടാക്കിയിട്ട് വീട്ടിലോട്ട് പോകുമ്പോൾ പേടിയാ. അവരെങ്ങാനും അറിയും, വീട്ടിലറിയാം, അച്ഛൻ അറിഞ്ഞ അടിച്ചു പോലും, അമ്മ അറിഞ്ഞ അടിച്ചു പോലും. അന്ന് എന്നെ അറിയട്ടെ എന്ന് പറഞ്ഞാൽ അന്ന് പോവും. ഇന്ന് അങ്ങനല്ല. അച്ഛൻ അറിഞ്ഞാൽ പ്രശ്നമാവുമോ എന്ന് പറഞ്ഞ് വീട്ടിലെത്തുന്നതിന് മുമ്പ് തൂങ്ങിച്ചാവും. മനസ്സിലായില്ലേ? അപ്പോൾ ഒരാളെ മരണത്തിലേക്ക് തള്ളിവിടും. ഇത്തരം ഞാൻ പറയുന്നില്ല, ഇങ്ങനൊരു കള്ളക്കേസ് ഒരു അവരുടെ താല്പര്യത്തിന് വേണ്ടി ചെയ്യുമ്പോൾ, ചെയ്ത ഒരാളെ തലയിൽ വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് പേരെങ്കിലും വിശ്വസിക്കുകയല്ലേ. ചിലർ ഒരു നല്ല അവനത് അവൻ അങ്ങനത്തെ ഒരുത്തനായിരുന്നോ എന്ന് കുറച്ച് പേരെങ്കിലും ചിന്തിക്കൂലേ. അത് മോശമായൊരു കാര്യമല്ലേ. ഒരു നിരപരാധിയെ പറ്റി അങ്ങനെ ചിന്തിക്കുക. എന്ത് ചെയ്യാനോ, നമ്മുടെ നാടിൻ്റെ അവസ്ഥ അതായിപ്പോയി. ഈവൻ ഒരു ആൺകുട്ടികൾക്ക് പെൺകുട്ടികളുടെ പ്രിവിലേജ് രണ്ടാണ്. ഇപ്പം നിയമത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് പെൺകുട്ടികൾക്ക് മിസ്യൂസ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ് ഇപ്പോഴുള്ള നിയമം. ഇപ്പം ചേട്ടനാണെങ്കിലും ചേട്ടൻ്റെ എക്സ്പീരിയൻസിൻ്റെ ബേസിൽ ഏതൊക്കെ നിയമങ്ങളാണ് നമുക്ക് ഇപ്പം ഒരു ചേഞ്ച് വരുത്തണം തോന്നിയിട്ടുണ്ടായിരുന്നു? അങ്ങനിപ്പോൾ ആധികാരികമായിട്ട് പറയാനുള്ള ഒരു സംഭവങ്ങൾ ഒന്നും നമുക്ക് ഇല്ല. ഇപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെയൊന്നും പറയാനുള്ള അതിന് മാത്രമുള്ള അറിവുകളൊന്നുമില്ല. അതിന് ബന്ധപ്പെട്ടവർക്ക് അറിയാവുന്നവരുണ്ട്, അവർ ചെയ്യട്ടെ, അതേ പറയാനുള്ളൂ. ആൻഡ് അതുപോലെ തന്നെ ഇപ്പം ചേച്ചി ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മളൊക്കെ ന്യൂസിൽ ഒക്കെ കണ്ട് നമ്മളൊക്കെ ഭയങ്കര വിഷമത്തോടെ കേട്ടിരുന്ന ന്യൂസാണ് ഷിംജിത്ത്, അതുപോലെ തന്നെ ദീപക് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ആ ഒരു മരണം. സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടിയിട്ട് കൂടുതൽ ആൾക്കാർ അത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തും ചേച്ചി മെൻസ് കമ്മീഷന് വേണം എന്നുള്ള ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറയാനുള്ള റീസൺ എന്തായിരുന്നു? ഈ ഒരു എക്സ്പീരിയൻസിൻ്റെ ചേച്ചീൻ്റെ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിലാണോ? ഇത് മാത്രമല്ല, മൊത്തത്തിൽ
അപ്പം ഞാൻ പറയട്ടെ, ഒരു കേസ് വരുന്ന സമയത്ത് ഇപ്പോൾ പോലീസുകാരെ അവരുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കറിയില്ല, ഒരു കേസ് വരുമ്പോൾ ഇത് സത്യമാണോ, ചെയ്തിട്ടുണ്ടോ എന്ന് ഒന്നും കൂടെ ഒന്ന് അന്വേഷിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പല കേസുകളിലും ഒരു സൈഡ് മാത്രം കേൾക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നിയമം വരുമ്പം അതും കൂടെ ഒന്ന് പരിഗണിച്ചാൽ നല്ലതെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ പലരും ജയിലിൽ പോകില്ല. കാരണം ജയിലിൽ പോയി കിടക്കുക അത്ര സുഖമുള്ള കാര്യമല്ല. അതുവരെ മര്യാദയ്ക്ക് ജീവിച്ചിരുന്ന നല്ല ഫാമിലിയും കാര്യങ്ങളും അവരൊക്കെ നമ്മുടെ നാട്ടിൽ പറയില്ല, നാറിപ്പോകുന്നു കുടുംബം മൊത്തം എന്ന് പറയില്ലേ. ജയിലിൽ കിടന്ന പേര് അങ്ങനെ തന്നെയാണ്. ചെയ്തോ ഇല്ലേ എന്നൊക്കെ പിന്നീടല്ലേ. അപ്പം ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ആ സൈഡും കൂടെ അന്വേഷിക്കണം എന്നുള്ളൊരു തോന്നൽ. കാരണം ഞാൻ അനുഭവിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടെ കറക്റ്റ് അന്വേഷിച്ചിട്ട് തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം എന്താ ഓക്കെ, ഇപ്പം ചേട്ടൻ അഗെയിൻസ്റ്റ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നില്ലെങ്കിൽ ചേച്ചി മെൻസ് കമ്മീഷൻ വേണമെന്നുള്ളൊരു വാദമായിട്ട് വരുമായിരുന്നു? എന്നാലും കേസ് വന്നിട്ടില്ലായിരുന്നെങ്കിൽ പക്ഷേ തോന്നിയിട്ടുണ്ട് എനിക്ക്, രണ്ടും സ്ത്രീകൾക്ക് കുറച്ചൊരു പരിഗണന കൂടുതലാണ്, അതിൻ്റെ ഒരു അഹങ്കാരം അവർക്കുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം എന്തും ചെയ്യാന്നുള്ളൊരു ധൈര്യം ഇപ്പം അത് നല്ലോണം കൂടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പണി ചെയ്യൂലല്ലോ. എന്നിട്ട് അവർക്ക് എന്തെങ്കിലും കൂസലുണ്ടോ, ഒരാളുടെ ജീവൻ പോയിട്ട് എന്തെങ്കിലും? നമ്മളൊക്കെ ആണെങ്കിലോ നമ്മൾ ചെയ്യൂല, അത് വേറെ കാര്യം. റീച്ചൊക്കെ വേണമെങ്കിൽ അവരവരുടെ ട്രെയിനിൻ്റെ മുകളിലോ എവിടെയെങ്കിലും കയറി നിന്നിട്ട് വീഡിയോ എടുക്കുകയോ ആത്മഹത്യ ചെയ്യുക, എന്ത് ചെയ്യും? വേറെ ഒരാളെ ലൈഫിലേക്ക് എന്തിനാണ് ഒരാളെ ലൈഫ് വെച്ച് കളിക്കുന്നത് എന്ന് ഞാൻ ചോദിക്കാനുള്ളത്. ചേച്ചി പറഞ്ഞു ചേച്ചിൻ്റെ ഏറ്റവും വേഴ്സ് സമയത്ത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത ഒരാൾ ദിലീപേട്ടനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ അതുപോലെ ചേട്ടൻ്റെ കാര്യത്തിൽ ദിലീപേട്ടനായിട്ടൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പാപ്പി അപ്പച്ചനുള്ള റോളൊക്കെ വെട്ടിച്ചുരുക്കിയിട്ടുണ്ടായിരുന്നു. ആ ഇഷ്യൂ എങ്ങനെയായിരുന്നു സോൾവ് ആയിട്ടുണ്ടായിരുന്നത്? അതങ്ങനെ സോൾവ് ആക്കേണ്ട ഇഷ്യൂ അങ്ങനത്തെ പ്രശ്നമൊന്നുമല്ല. അതിപ്പം ഈ പറയുന്നത് പോലെ തന്നെയാണ് ഓരോരുത്തർ പറയുന്നു, എടാ അതാ മറ്റേ അങ്ങനെ ആവട്ടെ. ഞാനിപ്പോൾ നിങ്ങളെപ്പറ്റി ഇവള് പറഞ്ഞു കേട്ട് അല്ല ഞാൻ വിലയിരുത്തുക. എനിക്കൊരു ധാരണ ഉണ്ടാവും. ഇവരൊക്കെ ചിലപ്പോൾ നിങ്ങളെപ്പറ്റി പറയും പലതും പറഞ്ഞെന്നിരിക്കും. പക്ഷെ ഞാൻ തീരുമാനിക്കും നിങ്ങളെ എങ്ങനെ കാണണമെന്ന്. അതുപോലെ ആ കാര്യത്തെ ഞാൻ എടുത്തിട്ടുള്ളൂ. പലരും പലതും പറയും, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം. എനിക്ക് വ്യക്തമായ അറിവുകളൊന്നുമില്ല. പക്ഷെ എന്തായാലും ജീവിതത്തിൽ ഞങ്ങളുടെ രണ്ടിൻ്റെയും ഏറ്റവും നല്ലൊരു ഫ്രണ്ടാണ് ദിലീപേട്ടൻ. അത് മാത്രമല്ല അദ്ദേഹം ചെയ്ത ക്യാരക്ടറുകൾ മാത്രമല്ല, അയാളുടെ ജീവിതത്തിൽ വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്ത ക്യാരക്ടറാണ് നമ്മളെ ജീവിതത്തിൽ ഏത് പാതിരക്ക് മിസ് കോൾ ഇട്ടാലും അല്ലെങ്കിൽ മോനെ എന്ന് വിളിക്കുമ്പോൾ അപ്പം തിരിച്ച് വിളിക്കുന്ന പ്രതികരിക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ ദിലീപേട്ടനായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ചാന്തുപൊട്ട് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല. അതിൽ എനിക്കൊരു അദ്ദേഹത്തിന്റെ കൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു വേഷം ചെയ്യാൻ പറ്റിയതും എന്തോ ഒരു ഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോടൊരു അടുപ്പമുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ റീസെൻ്റായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ന്യൂസ് ആയിരുന്നു, ഒരു മേക്കപ്പ് സാധനം അമ്മക്ക് കൊടുത്തിട്ടില്ല എന്നിട്ട് അമ്മേനെ ഉപദ്രവിച്ചൊരു ലേഡി ഗുണ്ടേൻ്റെ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ന്യൂസ് കണ്ട സമയത്ത് അതിനോട് തോന്നിയ നിങ്ങളുടെ വികാരം എന്തായിരുന്നു? അതൊക്കെ തന്നെ ഞാൻ വിചാരിച്ച് പറഞ്ഞ് നാക്കകത്തേക്ക് ഇട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് പിറ്റേ ദിവസം രാവിലെ ന്യൂസ് കണ്ടു. എന്താ ഇപ്പം ഇതിനൊക്കെ പറയുക, മേക്കപ്പ് സാധനം മാറ്റി വെച്ചിട്ട് അല്ലേ, മാറ്റി വെച്ചു എന്ന് പറഞ്ഞിട്ട് വാരിയെല്ലാം അടിച്ച് തകർത്ത്. അതിൻ്റെ ഒന്നും പറയുന്നില്ല ഞാൻ, ആരോ കമന്റ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവളുടെ മേക്കപ്പ് സാധനം ഇരിക്കുന്നതിന്റെ അടുത്തുകൂടെ പോലും ഞാൻ പോകാറില്ല. അതാ ഞാൻ പറഞ്ഞത്, ഈ പെൺകുട്ടികൾക്കൊക്കെ ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ കൂടുതൽ യൂസ് ചെയ്തിട്ടാണ് എന്താ അമ്മ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? ഇവരിപ്പോൾ നാളെ എന്തും ചെയ്യും. അപ്പോൾ ഒരാൾക്കെങ്കിലും നല്ലൊരു ശിക്ഷ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പേടിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നത് കൊണ്ടായിരിക്കും ചിലപ്പോൾ.